ഹലോ ഗായ്സ്, ഹലോ എവ്രി വൺ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ വെൽക്കം ഓൾ ഓഫ് യു ടു മൈ അനദർ ഇൻട്രസ്റ്റിംഗ് വ്ളോഗ് ഗായ്സ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൽ നിന്ന് ഇറങ്ങിയേക്കുവാണ് ഗായ്സ്. സോ ഞാൻ ഈ വ്ളോഗിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പം ബൺ മേടിക്കാൻ ഇറങ്ങിയേക്കുവാണ്. ഒരു ബണ്ണ് മേടിക്കാൻ ഇറങ്ങിയേക്കുവാണ്. ഇപ്പം നിങ്ങളെല്ലാവർക്കും അറിയാമല്ലോ, ഒരു കടയിലും ബണ്ണ് കിട്ടില്ല. കാരണം ബണ്ണൊക്കെ ഉണ്ടാക്കുന്ന ഗ്യാസ് കാരണം. ആൻഡ് ഇപ്പം ഗ്യാസിൻ്റെ സിലിണ്ടറിലൊക്കെ വലിയ പ്രശ്നമായിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കടയിൽ പോയി നോക്കാം, നമുക്ക് കിട്ടുന്നുണ്ടോ, ബൺ കിട്ടുന്നുണ്ടോ. നമ്മൾ ഈ കടയിൽ കയറി, ഈ കടയിൽ ഇല്ല ബൺ. സോ നമുക്ക് വേറെ കടയിൽ പോകാം. അന്ന് വേറെ കടയിലേക്ക് നടന്നു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. റോഡിലൊക്കെ എല്ലാ ആൾക്കാരൊക്കെ ഉണ്ട് ആസ് യൂഷ്വൽ. സോ ഇപ്പോൾ ഞാൻ ഒരു വേറെ കടയിലെത്തിയേക്കുവാണ്. നസീർ കുഞ്ഞിമോൻ പറഞ്ഞൊരു ആളുടെ കടയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. സോ നമ്മൾ ഉദ്ദേശിച്ച പോലും ഇതാണ് ഈ കടയുടെ ഫുൾ വ്യൂ. ഞാൻ വെറുതെ കാണിക്കുക. അപ്പോൾ ഇവിടെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. എല്ലാം തപ്പി കഴിഞ്ഞ് ഈ കവറിൻ്റെ അകത്ത് 2 പാക്കറ്റ് ബണ്ണാണ്. ഒരു പാക്കറ്റിൽ തന്നെ 4 ബൺ. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 8 ബണ്ണ് കിട്ടിയിട്ടുണ്ട്. ഫൈനലി ഗൈസ്, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്. ഞാൻ പൊട്ടാറ്റോ, ടൊമാറ്റോ, പിന്നെ സവാള, ചാട്ട് മസാല, മയോനൈസും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നത്. സോ ഹലോ ഫ്രണ്ട്സ്, ഇത് എൻ്റെ മകനാണ്. അങ്ങനെ വീട്ടിൽ എത്തി കഴിഞ്ഞു. ആൻഡ് എൻ്റെ മകൻ്റെ റിക്വസ്റ്റ് ആയിരുന്നു വെജ് ബർഗർ ഉണ്ടാക്കാൻ. സോ ഇത് ടൊമാറ്റോ, തക്കാളി, സവാള, പച്ചമുളകൊക്കെയാണ്. സോ ഇവിടെ നമ്മൾ ആദ്യം പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അത് ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി ഇറക്കുവാണ്. ഇതെൻ്റെ സ്പെഷ്യൽ ഒരു സംഭവമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അത് വെച്ച് നമുക്ക് പീൽ നല്ലോണം ചെയ്യാൻ പറ്റും, പൊട്ടാറ്റോയുടെ തൊലി ഇറക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ഞാൻ പൊട്ടാറ്റോയുടെ തൊലിയൊക്കെ ഇറക്കി ഇരിപ്പുണ്ട്. അപ്പോൾ പൊട്ടാറ്റോയുടെ തൊലിയൊക്കെ ഇറക്കി കഴിഞ്ഞ് പൊട്ടാറ്റോനെ നമ്മൾ നീളത്തിൽ വെട്ടും. കാരണം ഞാൻ എൻ്റെ കൊച്ചിൻ്റെ റിക്വസ്റ്റിൽ വെജ് ബർഗർ മാത്രമല്ല, ഫ്രഞ്ച് ഫ്രൈസും അവന് വേണമായിരുന്നു. സോ ഹോം മെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസും ഹോം മെയ്ഡ് വെജ് ബർഗറൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സോ ഗൈസ്, ഇവിടെ നമ്മൾ നീളത്തിലാണ് പൊട്ടാറ്റോ ഫ്രഞ്ച് ഫ്രൈസ്. അറിയാമല്ലോ എല്ലാവർക്കും, ഒരു ഫാസ്റ്റ് ഫുഡാണ്. പക്ഷേ എനിക്ക് തോന്നുന്ന വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫാസ്റ്റ് ഫുഡ് ഓബിയസ്ലി 100 ടൈംസ് ബെറ്ററാണ് വെളിയിലത്തെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന നാട്ടിലും. കാരണം നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കുമോ നമ്മൾ കെമിക്കൽസ് ഒന്നും ഇടില്ല. സോ ഫൈനലി ഗൈസ്, എൻ്റെ ഫ്രഞ്ച് ഫ്രൈസും ഞാൻ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മുടെ കിച്ചണാണ്. സോ ഇത് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റാണ്. ഇവിടെ എൻ്റെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഞാൻ എണ്ണയിലിട്ട് മുറിച്ച് കഴിഞ്ഞു ഗൈസ്. സോ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിൽ നമ്മൾ പൊട്ടാറ്റോ മാഷ് ചെയ്തു, സവാള, തക്കാളി, പച്ചമുളക്, പിന്നെ കുറച്ച് സ്പൈസസ് ഇട്ടിട്ടുണ്ട്. ആൻഡ് അങ്ങനെ ബണ്ണ് 2 പീസാക്കി വെട്ടി അതിനകത്ത് നമ്മൾ പൊട്ടാറ്റോയുടെ അകത്ത് ഇരിക്കുന്ന പാറ്റീസാണ് നമ്മൾ റെഡിയാക്കിയത് എണ്ണയിൽ വറുത്ത്. ആൻഡ് ആദ്യം നമ്മൾ ബണ്ണ് ഫ്രൈ ചെയ്തു എണ്ണയിലിട്ട്. പിന്നെ അതിനകത്ത് നമ്മൾ ഇച്ചിരി ചീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബട്ടറാണ് തേക്കുന്നത് ഇതിൻ്റെ മണ്ടയ്ക്ക്. അതിന് കഴിഞ്ഞ് ഗൈസ്, ഞാൻ പൊട്ടാറ്റോയുടെ സ്റ്റഫിംഗ് ആണ് ഇതിനകത്ത്. വെജ് ബർഗറുടെ അകത്ത് നമ്മൾ ആദ്യം വെച്ച് സവാള, തക്കാളി കൊണ്ടാക്കി പൊട്ടാറ്റോ മാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിൽ വറുത്തുണ്ടാക്കി. ഇത് മയോനൈസാണ്. നിങ്ങൾക്ക് ഏത് മയോനൈസ് എടുക്കാം. സോ ഇത് ഹെൽമാൻസ് പറഞ്ഞൊരു ബ്രാൻഡ് മയോനൈസ് എടുത്തത്. സോ അങ്ങനെ മയോനൈസ് ഇട്ട് കഴിഞ്ഞ്. ആൻഡ് ഫൈനലി ഗൈസ്, നമ്മൾ തക്കാളി പീസസും റൗണ്ടായിട്ട് വെട്ടണം. അങ്ങനെ നമ്മൾ അതും ഇട്ട് കഴിഞ്ഞ് ഗൈസ്. സോ അങ്ങനെ നമ്മൾ ഇത് അടയ്ക്കുവാണ് ബർഗർ, അടപ്പടയ്ക്കുന്നത്. സോ അങ്ങനെ നമ്മുടെ വെജ് ബർഗർ ഫൈനലി ഞാൻ കാണിച്ചു തരാം. ഭയങ്കര നല്ലതായിട്ട് എടുത്തു വന്നിട്ടുണ്ട് ഗൈസ്. സോ ഇതാണ് സ്റ്റഫിങ് എൻ്റെ ബർഗറുടെ. സോ അങ്ങനെ ഗൈസ്, എൻ്റെ വെജ് ബർഗറും ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാണ്. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അതിൽ